واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളോട് ഒരു ദിവസത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതും ആ ദിവസം ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ വിഷയം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട 3-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ആ പരലോക ദിവസത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ 4 കാര്യങ്ങളിൽ 2-ാമത്തെ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്ത്, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ അത് തഫ്സീർ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് കുഫാറുകളെ കുറിച്ചാണ്. അതായത് അവിശ്വാസികൾക്കാണ് അന്നേ ദിവസത്തെ ശുപാർശ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യനിഷേധികളെ കുറിച്ച് അവരെ ആ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനവർ നൽകിയ മറുപടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല, ഞങ്ങൾ അഗതിക്ക് ആഹാരം നൽകുമായിരുന്നില്ല, തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങൾ മുഴുകുമായിരുന്നു, പ്രതിഫലത്തിന്റെ നാളിനെ ഞങ്ങൾ നിഷേധിച്ചു കളയുമായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തി. ഇവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് സൂറത്തുൽ മുദ്ദസിറിലെ 42 മുതൽ 48 വരെയുള്ള ആയത്തുകളിൽ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് അത് അവിശ്വാസികളെ കുറിച്ചാണ്. സൂറത്തു ശുറായിലെ 100-101 ആയത്തുകളിലായി പരലോകത്തെ അവിശ്വാസികൾ വിലപിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ കാണാം എന്താ അവർ പറയുന്നത്, ഫമാ ലനാ മിൻ ശാഫിഈൻ, ഇപ്പോൾ ഞങ്ങൾക്ക് ശുപാർശക്കാരായി ആരുമില്ല, വലാ സ്വദീഖിൻ ഹമീം, ഉറ്റ സുഹൃത്തുമില്ല എന്ന് ആ സത്യനിഷേധികൾ പറയുമെന്നാണ്. അപ്പോൾ ഈ ആയത്തുകളെല്ലാം കൃത്യമായി നമ്മെ അറിയിക്കുന്നത് നാളെ പരലോകത്ത് സത്യനിഷേധികളായ ആളുകൾക്ക് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ആരും തന്നെ നാളെ പരലോകത്ത് ഉണ്ടാവുകയില്ല എന്നാണ് സഹോദരങ്ങളെ. ശഫാഅത്ത് എന്ന് പറയുന്നത് അതിന്റെ യഥാർത്ഥ പരമാധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. അതായത് ആരൊക്കെയാണ് ശഫാഅത്ത് ചെയ്യേണ്ടതെന്നും ആർക്കൊക്കെയാണ് ഈ ശഫാഅത്ത് ഉപകാരപ്പെടുക എന്നും ആത്യന്തികമായി തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സഹോദരങ്ങളെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അതിനുവേണ്ടി മഹ്ശറിൽ വെച്ചുള്ള ശഫാഅത്തുണ്ട്. നരകം അനിവാര്യമായിരുന്നവർക്ക് അതിൽ പ്രവേശിക്കാതിരിക്കുവാനുള്ള ശഫാഅത്തുണ്ട്. നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ശഫാഅത്തുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർക്ക് പദവി ഉയർന്നു കിട്ടുവാൻ വേണ്ടി, കൂലി വർദ്ധിക്കുവാൻ വേണ്ടിയുള്ള ശഫാഅത്തുണ്ട്. ഇവിടെയൊക്കെ ആരൊക്കെയാണ് ശഫാഅത്ത് ചെയ്യേണ്ടതെന്നും ആർക്കൊക്കെയാണ് ശഫാഅത്ത് ഉപകാരപ്പെടുക എന്നും തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുലില്ലാഹി ശഫാഅത്തു ജമീഅ, പറയുക അല്ലാഹുവിന് മാത്രമാകുന്നു ശഫാഅത്ത് മുഴുവൻ, ലഹു മുൽക്കു സമാവാതി വൽ അർള് സുമ്മ ഇലൈഹി തുർജഊൻ, അവന് മാത്രമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, പിന്നീട് അവങ്കലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല നമ്മളെല്ലാ ദിവസവും ചൊല്ലാറുള്ള ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ശഫാഅത്ത്
ഷഫാഅത്ത് എന്ന് പറയുമ്പോൾ അത് നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ഷഫാഅത്ത് ഉപകാരപ്പെടുക അത് സത്യവിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും ഈ ദുനിയാവിൽ വെച്ച് ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആ നൽകിയത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നബിമാരും അവരുടെ ആ ദുആയിൽ ധൃതി കാണിക്കുകയും അവർ ദുനിയാവിൽ തന്നെ അതുകൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തതായിട്ടാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാം ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുആയുടെ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദുഅവതുഹു, എല്ലാ നബിമാരും അവരുടെ ആ ദുആയിൽ ധൃതി കാണിച്ചു. അതായത് ഈ ദുനിയാവിൽ തന്നെ അവർ ആ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ട ആ ദുആയിൽ അവർ പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്തോ, വ ഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലി ഉമ്മത്തി യൗമിൽ ഖിയാമ, തീർച്ചയായും എന്റെ ദുആ ഞാൻ എന്റെ ഉമ്മത്തികൾക്ക് ഖിയാമത്ത് നാളിലെ ശഫാഅത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. ഫയനായിലത്തും ഇൻഷാഅല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതെ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരാണോ മരണപ്പെടുന്നത് അവന് അത് ലഭിക്കുന്നതാണ് ഇൻഷാഅല്ലാഹ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്. ഇത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന അതിഭാഗ്യവാൻ, ആ അതിഭാഗ്യവാനായ ജനങ്ങളിൽ ആരാണ് അതിഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഖാല, ആ സമയം ആ ഭാഗ്യവാൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, തന്റെ ഖൽബിൽ നിന്നും നിഷ്കളങ്കതയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാരാണോ അവനാണ് അത് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിഷ്കളങ്കനായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ചവനാണ് എന്റെ ശഫാഅത്ത് ലഭിക്കുക. അവന്റെ നാവ് അവന്റെ ഹൃദയത്തെയും അവന്റെ ഹൃദയം അവന്റെ നാവിനെയും സത്യപ്പെടുത്തിയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ശുഐബ് അർനാഉത്ത് റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് വേറെയും കാണാൻ കഴിയും. ഔഫ് ബിൻ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ആ ഹദീസിൽ, എന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഒരാൾ എന്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് പകുതി പേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെയും ശഫാഅത്തിന്റെയും ഇടയിൽ ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നാണ്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് പകുതി പേരെ ഒന്നെങ്കിൽ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കാം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉമ്മത്തികൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തുവാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കുവാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നാണ്. അപ്പോൾ ഞാൻ ശഫാഅത്തിനെ തെരഞ്ഞെടുത്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നിട്ട് ശേഷം ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെടുന്നത് ആരാണോ അവനുള്ളതാണ് ആ ശഫാഅത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. സഹോദരങ്ങളെ, ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താ? ശഫാഅത്ത് എന്ന് പറയുന്നത് നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റബ്ബിൽ നാം ആരെയും പങ്കു ചേർക്കാതെ, അതായത് ശിർക്ക് ചെയ്യാതെ നമ്മൾ ജീവിക്കണമെന്നതാണ്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത ആളുകൾക്കും നാളെ പരലോകത്ത്
ആരുടെ ശഫാഅത്തും ഉപകാരപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതായത് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞില്ലേ, അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. ഇനിയും സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.